നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക ആരംഭിക്കാൻ ഇനി ഒരു മാസത്തിൽ കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ. മിക്ക ടീമുകളും അവരുടെ അവസാന വട്ട മിനുക്ക് പണികളിലാണ്. സ്ക്വാഡുകളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു വരുന്നു. കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് ഫ്രണ്ട്ലി മത്സരങ്ങളും എല്ലാവരും ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ആർക്കായിരിക്കും കോപ്പ അമേരിക്ക ലഭിക്കുക? അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോൺമെബോളും അതുപോലെ കോൺകകാഫും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തവണ കോപ്പ അമേരിക്ക നടത്തുന്നത്. അപ്പം രണ്ട് മേഖലയിൽ നിന്നുമായിട്ട് 16 ടീമുകൾ മത്സരിക്കുന്നുമുണ്ട്. US വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുക. ഇപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഈ കളിക്കുന്ന 16 ടീമുകളിൽ ആർക്കാണ്? അപ്പോൾ നമ്മൾ താഴെ നിന്നായിരിക്കും തുടങ്ങുക. 16ാം സ്ഥാനത്ത് പറയുന്ന ടീമിന് കിരീട സാധ്യത തീരെ കുറവാണ് എന്നർത്ഥം. പിന്നെ അങ്ങനെ മുകളിലേക്ക് പോവുകയായിരിക്കും. പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന രീതിയാണത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു കിരീട സാധ്യത കാണുന്നത് ബൊളീവിയക്കാണ്. കോൺമെബോളിൽ നിന്നുള്ള ടീം തന്നെയാണ്. അവരുടെ പവർ റാങ്കിങ് 16 അവർക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. അവരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതും വളരെ ടൈറ്റായിട്ടുള്ള ഗ്രൂപ്പാണ്. കാരണം ഉറുഗ്വായി, പനാമ, അതുപോലെ USA ടീമുകളോടാണ് അവർക്ക് ഏറ്റുമുട്ടാനുള്ളത്. എന്തായാലും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അവിടുന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പം 16ാം സ്ഥാനത്താണ് അവർ വരുന്നത്. 15ാം സ്ഥാനത്ത് കോസ്റ്റാറിക്ക. എന്തായാലും കോസ്റ്റാറിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല ഇത്തവണ. കോൺകകാഫിൽ നിന്നുള്ള ടീം തീർച്ചയായിട്ടും കെയ്ലർ നവാസ്, നമുക്കറിയാം അവരുടെ ടീമിൻ്റെ ഒരു മുഖമാണ് കെയ്ലർ നവാസ്. അദ്ദേഹം ഇത്തവണ ഒരു പക്ഷേ അവസാനത്തെ കോപ്പ അമേരിക്ക കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 14ാമത് വരുന്നത് പനാമയാണ്. കോൺകകാഫിൽ നിന്നുള്ള മറ്റൊരു ടീം. അവർക്കും വലിയ കിരീട സാധ്യതയൊന്നും ആരും കണക്കാക്കുന്നില്ല. കാനഡയ്ക്ക് ഒരു പക്ഷേ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അർജന്റീനയുടെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. അൽഫോൻസോ ഡേവിസിൽ നിന്ന്, അതുപോലെ ജൊനാഥൻ ഡേവിഡിൽ നിന്ന് ചില മികച്ച പ്രകടനങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എങ്കിലും അർജന്റീന, ചിലി, പെറു ഈ ടീമുകൾക്കൊപ്പമാണ് അവർ വരുന്നത്. അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ പവർ റാങ്കിങ് 13 നമ്മൾ കൂട്ടിക്കുന്നത്. 12ാം സ്ഥാനത്താണ് പരാഗ്വേ. എന്തായാലും പരാഗ്വേ ഒരു കാലത്ത് കോൺമെബോളിലെ ടീമുകളെയൊക്കെ പിടിച്ചു കുലുക്കിയ ഒരു ടീമാണ്. പക്ഷെ ആ ഒരു മികവ് അവർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രസീലും കൊളംബിയയും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. അപ്പോൾ അവരുടെ റാങ്കിങ് വരുന്നത് 12. റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്താണ് ജമൈക്ക. കരീബിയൻ ടീമായിട്ടുള്ള ജമൈക്ക ഇത്തവണ കോപ്പ അമേരിക്കയിൽ എത്ര മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. മെക്സിക്കോയും ഇക്വഡോറും വെനിസ്വേലയുമാണ് അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അടുത്ത സ്ഥാനത്ത് 10ാം സ്ഥാനത്ത് വരുന്നത് പെറു ആണ്. കോൺമെബോളിൽ നിന്നുള്ള പെറു ഇത്തവണ മികച്ച പ്രകടനം നടത്തും എന്ന് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അർജന്റീന, ചിലി, കാനഡ ടീമുകൾ വരുന്ന ഗ്രൂപ്പിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല മുന്നോട്ട് പോക്ക് എന്നർത്ഥം. 9ാം സ്ഥാനത്താണ് വെനിസ്വേല പലപ്പോഴും വമ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കെൽപ്പുള്ള ടീമാണ്. അവർ ഇപ്പോൾ മെക്സിക്കോയും ഇക്വഡോറും ജമൈക്കയുമുള്ള ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. മെക്സിക്കോയും ഇക്വഡോറും ഒക്കെ അടങ്ങുമ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ദെൻ മെക്സിക്കോയുടെ കാര്യത്തിൽ നമുക്കറിയാം, പലപ്പോഴും വേൾഡ് കപ്പിൽ അടക്കം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ള ടീമാണ്. ഇത്തവണ കോപ്പ അമേരിക്കയിൽ അവർ തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിക്കുന്നത്. 7ാമതായിട്ട് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാമത് വരുന്നത് ചിലിയാണ്. ചിലിയെ സംബന്ധിച്ചിടത്തോളം പലവട്ടം കോപ്പ അമേരിക്കയിൽ ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മികച്ച പ്രകടനം അവരിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. 6ാം സ്ഥാനത്താണ് ഇക്വഡോർ ഉള്ളത്. ഇക്വഡോർ തീർച്ചയായിട്ടും ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ ശക്തമായ രൂപത്തിലാണ്. വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയ്ക്കെതിരെയൊക്കെ മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾക്കുള്ള സാധ്യത അവരിപ്പോഴും തുറന്നിടപ്പെടുന്നു. എങ്കിലും കിരീടത്തിലേക്ക് അവർ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ വളരെ കുറവായിരിക്കും. 5ാമത് കൊളംബിയ. ഇത്തവണ കൊളംബിയ വമ്പൻ താരങ്ങളെ വെച്ച് വരുന്നു. തീർച്ചയായിട്ടും ഡയസിൻ്റെ ഒരു പ്രകടനം അവർ വളരെയധികം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലാത്തൊരു ഗ്രൂപ്പ് തന്നെയാണ്. എങ്കിലും കൊളംബിയയിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. 4ാമതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
അപ്പം കോൺകാഫിൽ നിന്ന് ഈ ഒരു കോപ്പ അമേരിക്ക കളിക്കാൻ വരുന്നതിൽ ഏറ്റവും ശക്തമായ ടീം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്. USA ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ആതിഥേയരാണ്, അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യവും അവർക്കുണ്ടാവും. അവരിൽ നിന്ന് മികച്ച പ്രകടനം എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നു. കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് അവരുള്ളത് എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഉറുഗ്വായി ആണ് മൂന്നാമത്. ഒരു തർക്കവും വേണ്ട, ഉറുഗ്വായി ഇത്തവണ കിടിലൻ ടീമാണ്. അത് കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടക്കം നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് ഉറുഗ്വായിയെ സൂക്ഷിക്കണം. കിരീടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് അവരാണ് ഇപ്പം നമ്മുടെ പവർ റാങ്കിങ്ങിൽ മൂന്നാമത് വരുന്നത്. പിന്നെ ബ്രസീൽ 2ാം സ്ഥാനത്ത് വരുന്നു. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ റിസൾട്ട് അത്ര മികച്ചതൊന്നുമല്ല, എല്ലാവർക്കും അറിയാമത്. പക്ഷെ ഡൊറിവാൾ ജൂനിയറെ തെരഞ്ഞെടുത്തിരിക്കുന്ന ടീം നിലവിൽ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങൾ ഉൾപ്പെട്ടതാണ്. വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന ടീമിന് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. എന്തായിരിക്കും അവരുടെ പ്രകടനം? ഇവരുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടിയാണ്. നെയ്മർ ഇല്ല എന്നുള്ളതൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ അവർ ഇത്തവണ കാണുന്നുണ്ട്. അർജന്റീനയാണ് 1ാം സ്ഥാനത്ത്. നിലവിലെ ചാമ്പ്യന്മാരാണ്, വേൾഡ് ചാമ്പ്യന്മാരാണ്. ലിയോ മെസ്സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. സ്ക്വാഡ് ഏതാണ്ട് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ച് ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് അവർ ഒരുങ്ങുന്നു. അതിൽ നിന്ന് 3 പേരെ ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും കോപ്പ അമേരിക്കയ്ക്ക് എത്തുക. ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടിപ്പിക്കൽ സ്കലോനി സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിരീടം നേടാനുള്ള നല്ല സാധ്യത കാണുന്നു. പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് അർജന്റീന. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.